സേതു കത്തി താഴെ ഇട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇനി ആരെങ്കിലും ഉണ്ടോടാന്ന് ചോദിക്കുന്നിടത്തോട്ട് അയാൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അയാൾ ശരിക്കും കത്തി താഴെയിടുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ല. കത്തിയുടെ താഴെയിടാൻ പറ്റില്ല. അച്ഛനാടാ പറയുന്നതെന്ന് പറയുമ്പോൾ മാത്രമാണ് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ പിന്നീട് ചെങ്കോലിൽ പറയുന്ന പോലെ നിങ്ങളാണോ എൻ്റെ അച്ഛൻ, നിങ്ങളെയാണോ ഞാൻ അച്ഛ എന്ന് വിളിച്ചതെന്ന് പറയുന്ന ഒരു തോട്ട് തുടങ്ങുന്ന അവിടെ നിന്നാണ്. എനിക്ക് വ്യക്തിപരമായിട്ടും കിരീടത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ചെങ്കോലാണ്. കിരീടത്തിലെ സേതുമാധവനോ അച്യുതൻ നായർക്കോ മറ്റ് ക്യാരക്ടേഴ്സിനോ ഒരു പാസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു കൈപ്പേറിയ ഒരു ജീവിതാനുഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചെങ്കോലിലേക്ക് എത്തുമ്പോൾ ഇവർ വലിയൊരു ദുരന്തത്തിൻ്റെ ഭാണ്ഡവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞ ഒരു സേതുമാധവൻ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ മലയാള സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനാണ് എടുക്കുക. ഇയാൾക്കൊരു മുറിയിൽ കയറി വന്നാൽ എവിടെ ഇരിക്കണമെന്ന് പോലും കൺഫ്യൂഷനാണ്. അതിന് ഉദാഹരണം പറഞ്ഞത്, അതിനു മുമ്പ് ഞങ്ങൾ രണ്ടും കൂടെ ചെയ്തിരുന്ന സിനിമയുടെ നിർമ്മാതാവുണ്ട്. അദ്ദേഹം ഇതുപോലെയാണ് പ്രണയവർണ്ണങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു മ്യൂസിക്കൽ 5 പാട്ടുകളും വിദ്യാസാഗർ തന്നെ ചെയ്ത 5 പാട്ടുകളും ഒരേപോലെ ഹിറ്റാകുന്നു. തുടർന്ന് വീണ്ടും വിദ്യാസാഗറുമായിട്ട് ചെയ്യുന്ന സമരൻ ബദലും 5 പാട്ടും ഹിറ്റാകുന്നു. പ്രത്യേകിച്ച് ഈ പൂച്ച എന്ന് പറയുന്ന എലമെൻ്റൊക്കെ ആൾക്കാരിങ്ങനെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ആ ചോദ്യങ്ങൾ എപ്പോഴും എത്തുന്നുണ്ട് എവിടെ ചെന്നാലും. ചൂളമടിച്ച് കറങ്ങി നടക്കും. അത് ശരിക്കും സുജാത ചേച്ചി പാടുമെന്ന് വിചാരിച്ച പാട്ട് ചിത്ര ചേച്ചിയാണത് പാടിക്കുന്നത്. എന്നാൽ എത്രയോ ജന്മമായി ശരിക്കും ചിത്ര ചേച്ചി പാടേണ്ട പാട്ടെന്ന് നമ്മൾ കരുതുന്ന പാട്ട് വിദ്യാസാഗർ സാറ് കൊടുത്തത് സുജാത ചേച്ചിക്കാണ്. ചൂളമടിച്ചു എന്ന് പറയുന്ന പാട്ടിന് ഒരു വൈബ്രൻസ് ഉണ്ട്. നമ്മൾ ഈ മെലഡികൾ ഓർക്കും പോലെ തന്നെ തുങ്കജലാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ എന്ന് നമ്മൾ അന്ന് പാടി പഠിച്ചതില്ലേ, അതിപ്പോഴും ഓർക്കുന്നുണ്ട്. അത്രയും നമ്മുടെ മനസ്സിനകത്തേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥിക്ക്. ഒരു രാത്രി കൂടി എന്ന് പറയുന്നത് ഒരു ഗംഭീരമായ മെലഡിയാണ്. വീണ്ടും ബാക്ക് ടു ബാക്ക് വിദ്യാസാഗർ ഉസ്താദിലേക്ക് എത്തുമ്പോൾ വീണ്ടും വിദ്യാസാഗർ വരുന്നു, അതിലെയും പാട്ടുകൾ ഹിറ്റാകുന്നു. അതിനുശേഷം വീണ്ടും ദേവദൂതനിലേക്ക് അതിലെയും പാട്ടുകൾ ഹിറ്റാകും. ബാക്ക് ടു ബാക്ക് 4 സിനിമകൾ എല്ലാ പാട്ടുകളും ഹിറ്റാകുന്നൊരു എന്താണ് റെക്കോർഡ് ഞങ്ങൾക്കുണ്ട്, എനിക്കും വിദ്യാസാഗറിനുണ്ട്. എൻ്റെ മാനസിക നില തകരാറായി അത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ബിക്കോസ് ഒരു ഫെയിലിയർ പിക്ചർ റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു വില്ലനിസം ശരിക്കും ബാലമാഷിൽ പോലും നമുക്ക് ആരോപിക്കാൻ കഴിയും. ഇയാളൊരു പീപ്പിൾ പ്ലീസറാണ്. അയാൾ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ, അയാൾ അറിയാതെ ആണെങ്കിൽ പോലും അയാളെ നന്മ തന്നെയാണ്. പക്ഷേ സമ്മർ ഇൻ ബത്ലഹേം റീ റിലീസിന് ഒരുങ്ങാണ്. സിബി മലയിൽ സാറുണ്ട്, സിയാദ് കോക്കസ് സാറുണ്ട്. നമസ്കാരം സാർ. ദേവദൂതൻ റീ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു ആദി തീർന്നതുപോലെയായിരുന്നു. കാരണം അത് അങ്ങനെ ഒരു സക്സസ് ആയിട്ടില്ലാത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ രണ്ടാമത് റിലീസ് ചെയ്തിട്ട് അത് സക്സസ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ ഒരു ചരിത്രവും കൂടിയായിരുന്നു. ഭയങ്കര ആശ്വാസമായിരുന്നു. അത് തിയേറ്ററിൽ സ്വീകരിച്ചപ്പോൾ സാറിന് തോന്നിയത് എന്താണ് ശരിക്കും? ആ സിനിമ പരാജയം അർഹിക്കുന്ന സിനിമ ആയിരുന്നില്ല എന്നുള്ള ബോധ്യം അന്നും ഇന്നും നമുക്കുണ്ട്. അതൊരു കാലത്തിന് മുമ്പേ പിറന്ന ഒരു സിനിമ. നമ്മൾ വളരെ ഒരു ടൈം അഹെഡായിട്ടുള്ള ഒരു സിനിമ സംഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ എടുത്തു എന്നുള്ളൊരു തെറ്റേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അന്നത്തെ തലമുറയ്ക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ മോഹൻലാൽ എന്ന് പറയുന്നൊരു സൂപ്പർ താരം, നരസിംഹം പോലെയുള്ള വലിയ ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടർ പെട്ടെന്ന് വന്നിട്ട് വളരെ സോബറായിട്ടുള്ളൊരു മ്യൂസിക് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എന്നൊക്കെ പറയുന്ന ലെവലിലുള്ളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അന്നത്തെ ഒരു ഫാൻസ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെയൊക്കെ ആരാധകരായിട്ടുള്ള പ്രേക്ഷകർ പക്ഷേ അത്ര ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു കാരണമാകാം. പിന്നെ അതുവരെ കണ്ട് ശീലിച്ച സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, അതുമുണ്ടാവും. ആ ഒരു മാറ്റമൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുശേഷം അന്ന് ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ജനിച്ചിട്ടില്ലാത്തൊരു തലമുറ
ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ചർച്ചകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് നമ്മൾ അന്ന് ചെയ്ത സിനിമ ഇറങ്ങേണ്ട സമയം ഇപ്പോഴാണ് എന്നുള്ള ചിന്ത വന്നത്. ആ കാലം തികഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യേണ്ട ഒരു കാലം വന്നിരിക്കുന്നു എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും നമുക്ക് അത് നമ്മുടെ ആ ഒരു ധാരണ ശരിയായിരുന്നു. അന്ന് തെറ്റുപറ്റിയെന്ന് നമ്മൾ ചിന്തിച്ചു പോയ, ഞങ്ങളെ രണ്ടുപേരെയും വല്ലാതെ തകർത്ത് കളഞ്ഞ ആ ഒരു റിലീസിൻ്റെ ഒരു റീഇൻകാർണേഷനാണ്, ഒരു പുനർജന്മം ആ സിനിമയ്ക്കും ഞങ്ങൾക്കും ഉണ്ടായത് റീ റിലീസോട് കൂടിയാണ്. അടിപൊളി സാർ. അതിപ്പോൾ രഘുനാഥ് പലേരി സാറിനും അതൊരു നമ്മളത് വിജയിച്ച് കണ്ടപ്പോൾ ഒരു ട്രിബ്യൂട്ട് പോലെയാണ് തോന്നിയത്. അപ്പോൾ അന്നെടുത്തൊരു തീരുമാനം ശരിയായിരുന്നു. അത് സക്സസ് ആവുന്നതാണോ ശരിക്കും സമ്മർ ഇൻ ബെത്ലഹേം റീ റിലീസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ? ഒരിക്കലുമല്ല. അതിപ്പം സിബി പറഞ്ഞ മാതിരി തന്നെ അത് ഞങ്ങളുടെ ഒരു ചലഞ്ചായിരുന്നു. ഞങ്ങൾ ആ സിനിമ എങ്ങനെ കൺസീവ് ചെയ്തോ, എങ്ങനെ ഷൂട്ട് ചെയ്തോ, ആ പ്രോഡക്റ്റ് വേസ്റ്റല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഞങ്ങളുടെ രണ്ടുപേരെയും ആവശ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ച് ആണ് അതിലേക്ക് വന്നത്. ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ പലരും പറഞ്ഞു, എനിക്ക് എൻ്റെ മാനസിക നില തകരാറായി അത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ബിക്കോസ് ഒരു ഫെയിലിയർ പിക്ചർ റീ റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഞങ്ങളൊന്നും തളർത്തിയില്ല. പക്ഷേ ഞങ്ങൾ റിലീസ് വരെ നാച്ചുറലി ഇതെങ്ങനെ വരും എന്നുള്ള ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഷുവറായിരുന്നു അത് ആക്സെപ്റ്റബിൾ ആവും എന്നുള്ളത്. അത്രയും ഫീഡ്ബാക്ക്സ് അതിന് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് സമ്മർ ഇൻ ബെത്ലഹേം? സമ്മർ ഇൻ ബെത്ലഹേം ഇപ്പോൾ റീ റിലീസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പടങ്ങളുടെ കാരിയറിൽ ഞാൻ ഇത്രയും പടങ്ങൾ നിർമ്മിച്ചെങ്കിലും ഒരു റീ റിലീസ് സ്കോപ്പുള്ള ഒരു പടം ഈ നൂറ്റാണ്ടിൽ വേണ്ടത് ഇങ്ങനെ ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഭയങ്കര കളർഫുൾ സിനിമയാണ്, ഭയങ്കര എമോഷണലുണ്ട്, സോങ്സ് ഉണ്ട്, ഊട്ടിയുടെ ഭയങ്കര ആയിട്ടുള്ള എന്താ പറയുക, ഭയങ്കര റിച്ച് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, കോസ്റ്റ്യൂംസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ഫാഷനിലുള്ള കോസ്റ്റ്യൂംസ് അന്ന് യൂസ് ചെയ്തത്. ദേവദൂതനിലും അങ്ങനെ തന്നെയാണ് വന്ന് ഭവിച്ചത്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു സ്ലൈറ്റ് തോട്ടിലാണ് ഞാൻ സിബി സാറിനോട് പറയുകയും സിബി അത് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ ഇതായിട്ട് എൻ്റെ ഒരു ടീമുണ്ട്. ഞാൻ എൻ്റെ കോക്കേഴ്സ് ഫിലിംസിൻ്റെ കോക്കേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ 4K അറ്റ്മോസൊക്കെ ചെയ്യുന്ന ബോണിയുടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ അവരോട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഇത് ചെയ്തിട്ട് വടിക്കോളിൻ്റെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഞാനും സിബിയും കൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഷുവറായി ഓക്കെ വിൽ ട്രൈ എന്നുള്ള ഒരു സാധനം വരികയും അത് പിന്നെ DA കഴിഞ്ഞ് അതിൻ്റെ 4K ഇത് കണ്ടു. അപ്പോഴും ഞങ്ങൾ കണ്ടു. അങ്ങനെയാണ് അതിൻ്റെ ഒരു കൾമിനേഷൻ. അതായത് പിന്നെ അതിൻ്റെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അതന്ന് മോണോ ആയിരുന്നു. അപ്പോൾ മോണോ ട്രാക്കിലാണ് അതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ കിടക്കുന്നത്. പക്ഷേ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ടീം അത് അറ്റ്മോസിലേക്ക് സ്റ്റീരിയോ ആക്കി മാറ്റി അതിൻ്റെ റീ റെക്കോർഡിങ്ങും സോങ്സും എല്ലാം തന്നെ സ്റ്റീരിയോ ആക്കി മാറ്റി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് സൗണ്ടൊക്കെ എന്നിട്ട് ഇത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി. കളർഫുൾ സിനിമ എന്ന് പറയുമ്പോൾ പ്രണയവർണ്ണങ്ങൾ, സമ്മർ ഇൻ ബെത്ലഹേം, ഉസ്താദ്, ഇങ്ങനെ കുറച്ച് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു 98-ന് ശേഷമുള്ളൊരു ടൈമിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പടങ്ങൾ, പല ജോണറിലുള്ള പടങ്ങൾ. ഉസ്താദ് എന്ന് പറയുന്നത് സാറിൻ്റെ ജോണർ എന്ന് നമ്മൾ സങ്കല്പിക്കാത്തൊരു ജോണറിലായിരുന്നു ഉസ്താദ് വന്നത്. അപ്പോൾ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ പെട്ടെന്ന് ഇത് റീ റിലീസ് ചെയ്യുമ്പോൾ അത്തരമൊരു ആഘോഷകാലവും കൂടി ഇപ്പോൾ ഓർക്കുന്നില്ലേ? ആ കാലഘട്ടത്തിൽ ആസ്വദിച്ചതിനേക്കാളും കൂടുതൽ ഇന്ന് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ അന്നത് ചെയ്യുമ്പോഴും നമ്മളത് വളരെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഏത് ജോണർ എന്നുള്ളത് നോക്കാതെ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്ന ഒരു കഥ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ചെയ്യണമെന്ന് ഞാൻ തോന്നുന്ന സമയത്താണ് ഒരു സിനിമ ചെയ്യുന്നത്. കൂടുതൽ സമയം അത് നമ്മുടെ തീരുമാനം ശരിയാകാറുണ്ട്, പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇൻസ്പയർഡ് ആകുന്ന, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന, നമ്മളെ ഇത് എനിക്ക് ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന സിനിമകൾ ചെയ്യാൻ എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില സമയത്ത് റോങ് ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രണയവർണ്ണങ്ങൾ ചെയ്യുമ്പോഴുണ്ടായ ഒരു മ്യൂസിക്കൽ 5 പാട്ടുകളും വിദ്യാസാഗർ തന്നെ ചെയ്ത 5 പാട്ടുകളും ഒരേപോലെ ഹിറ്റാകുന്നു. തുടർന്ന് വീണ്ടും വിദ്യാസാഗറുമായിട്ട് ചെയ്യുന്ന
സമ്മരൻ ബദലും 5 പാട്ടും ഹിറ്റാവുന്നു. വീണ്ടും ബാക്ക് ടു ബാക്ക് വിദ്യാസാഗർ ഉസ്താദിലേക്ക് എത്തുമ്പോൾ വീണ്ടും വിദ്യാസാഗർ വരുന്നു, അതിലെയും പാട്ടുകൾ ഹിറ്റാവുന്നു. അതിനുശേഷം വീണ്ടും ദേവദൂതനിലേക്ക് അതിലെയും പാട്ടുകൾ ഹിറ്റാകും. അങ്ങനെ ബാക്ക് ടു ബാക്ക് 4 സിനിമകൾ എല്ലാ പാട്ടുകളും ഹിറ്റാകുന്നൊരു ഒരു എന്താണ് ഒരു റെക്കോർഡ് ഞങ്ങൾക്കുണ്ട്, എനിക്കും വിദ്യാസാഗറിനുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗ്യമാണ്. കാരണം ഒരു പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുമ്പോൾ ഞാൻ രവീന്ദ്ര മാഷുമായിട്ടും ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അബ്ദുള്ളയും ഭാരതവും കമലദളും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം സക്സസ്ഫുൾ ആണ്. മ്യൂസിക്കിൽ പടങ്ങളും ഹിറ്റാവുന്നു, മ്യൂസിക്കും ഹിറ്റാവുന്നു എന്നുള്ളത് അത് അപൂർവമായ ഭാഗ്യമാണിത്. അവരുടെ തീർച്ചയായിട്ടും പാട്ടുകൾ ഹിറ്റാകുക എന്നുള്ളത് നമ്മുടെ കഥയുടെ സിറ്റുവേഷനോട് ചേരുന്ന നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നത്, അതിന് പ്രാപ്തിയുള്ളവരെയാണല്ലോ നമ്മളിത് ഏൽപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ എൻജോയ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. ഈ സിനിമകൾ വീണ്ടും തിയേറ്ററിൽ നമ്മൾ വീണ്ടും കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് നമ്മൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നത് കാണുമ്പോൾ, ഇപ്പം ദേവദൂതൻ ഇറങ്ങിയപ്പോൾ നമ്മൾ എന്നെ എക്സൈറ്റഡ് ആയത് ഓരോ പാട്ടിനും ഓഡിയൻസ് അതിനോട് കൊടുക്കുന്നൊരു റിയാക്ഷനുണ്ട്. അവർ കാലങ്ങളായിട്ട് അവർ കേട്ട് ആസ്വദിച്ചുകൊണ്ട് ഇരുന്ന പാട്ടുകൾ വീണ്ടും തിയേറ്ററിൽ അതിൻ്റെ വിഷ്വൽസ് ഇത്രയും സൗണ്ട് ക്വാളിറ്റിയിലും വിഷ്വൽ ക്വാളിറ്റിയിലും കാണുമ്പോൾ അവർ എക്സൈറ്റഡ് ആകുന്നുണ്ട്. തീർച്ചയായിട്ടും. ആ സിനിമ കഴിഞ്ഞിട്ടും തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങാതെ എന്തോരോ മഹാനുഭാവർ വീണ്ടും ഇടുമ്പോൾ അത് മുഴുവൻ കഴിയാതെ ഞാൻ എല്ലാ തിയേറ്ററുകളിലും പോയ തിയേറ്ററുകളിലൊന്നും ഒരേ റിയാക്ഷനാണ്. പടം കഴിഞ്ഞിട്ട് റോളിംഗ് ടൈറ്റിൽ വരുമ്പോൾ എന്തൊരു മഹാനുഭാവർ വീണ്ടും ഇടുമ്പോൾ ആൾക്കാർ അവിടെ ഇരുന്നത് മുഴുവൻ കണ്ട ശേഷം ഒരാൾ പോലും സിറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഈ സിനിമയും അന്ന് കണ്ടവരും കാണാത്തവരും അവർ കേട്ട ഈ പാട്ടുകൾ അതിൻ്റെ വിഷ്വൽസൊക്കെയും അതേ മോഡിൽ അവിടെ ഇരുന്ന് കണ്ട് തന്നെ ഇറങ്ങിപ്പോകുള്ളൂ എന്നുള്ള എൻ്റെ വിശ്വാസം. ഇപ്പോൾ സമ്മറിൻ ബദൽഹേമിലേക്ക് വന്നാൽ ചൂളമടിച്ച് കറങ്ങി നടക്കും. അത് ശരിക്കും സുജാത ചേച്ചി പാടുമെന്ന് വിചാരിച്ച പാട്ട് ചിത്ര ചേച്ചിയാണത് പാടിക്കുന്നത്. എന്നാൽ എത്രയോ ജന്മമായി ശരിക്കും ചിത്ര ചേച്ചി പാടേണ്ട പാട്ടെന്ന് നമ്മൾ കരുതുന്ന പാട്ട് വിദ്യാസാഗർ സാറ് കൊടുത്തത് സുജാത ചേച്ചിക്കാണ്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അത്രയും നല്ലൊരു പാട്ടുള്ള കോംബോ ഉള്ള സിനിമകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിപ്പോൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ ഇപ്പം ഇത് കാണാൻ പോകുന്ന കുട്ടികളൊക്കെ ചെറുപ്പം മുതൽ ഈ പാട്ടുകളൊക്കെ കേട്ട് വളർന്നതായിരിക്കും. അതും ഒരു ഹൈപ്പ് കിട്ടാനുള്ള സാധ്യതയായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ സിനിമ തന്നെയും ആൾക്കാർ അങ്ങനെ കാലങ്ങളായിട്ട് റിപ്പീറ്റഡായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും, പ്രത്യേകിച്ച് ഈ പൂച്ച എന്ന് പറയുന്ന എലമെൻ്റൊക്കെ ആൾക്കാരിങ്ങനെ വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് ആ ചോദ്യങ്ങൾ എപ്പോഴും എത്തുന്നുണ്ട് എവിടെ ചെന്നാലും, പുതിയ ജനറേഷനിലെ ആൾക്കാരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ. അതുപോലെ പാട്ടുകൾ അങ്ങനെയാണ്. ഇപ്പോൾ എത്രയോ ജന്മമായൊക്കെ ഒരു കൾട്ട് സോങ്ങായിട്ട് മാറിയിട്ടുണ്ട്. ഏത് പ്രണയത്തിൽപ്പെട്ട ആൾക്കാർക്കും ആ പാട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൊടുക്കുന്നതാണ് എപ്പോഴും. അല്ലേ, അവർക്ക് ഒഴിച്ചുകൂടാനാത്തൊരു പാട്ടാണ്. ഏത് നഷ്ടപ്രണയമുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രണയിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ആ പാട്ട് വല്ലാതെ ഉള്ളിൽ തട്ടി തന്നെയാണ് അവർ പാടുകയും കേൾക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ ചൂളമടിച്ചു എന്ന് പറയുന്ന പാട്ടിന് ഒരു വൈബ്രൻസ് ഉണ്ട്. ഈ യൂത്തിൻ്റെ എല്ലാ വൈബ്രൻസും ആ പാട്ടിനകത്തുണ്ട്. കൺഫ്യൂഷൻ തീർക്കണമേ അതിനേക്കാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഒരു രാത്രി കൂടി എന്ന് പറയുന്നത് ഒരു ഗംഭീരമായ മെലഡിയാണ് അല്ലേ. അതിനകത്തും ഒരു ഒരു മെലങ്കളിയുണ്ട്, അതിനകത്തൊരു സാഡ്നെസ് ഉണ്ട്, ഒരു ഹോപ്പുണ്ട്, ഒരു പ്രണയമുണ്ട്. ഇതെല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുന്നതാണ്. പിന്നെയും ഉണ്ട് കുഞ്ഞുമണിക്കൂട്ടിൽ എന്ന് പറയുന്ന ആ പാട്ടും അതൊരു സെലിബ്രേഷൻ മൂഡ് തന്നെയാണ്. എല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അതിന് കൃത്യമായ ഒരു മ്യൂസിക് കൊടുത്ത് നമുക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ. അത് വിദ്യാസാഗറിനെ പോലെയും ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെ രണ്ട് ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് ഉള്ളതും കൂടിയാണ്. നമ്മൾ ഈ മെലഡികൾ ഓർക്കുമ്പോൾ തന്നെ തുങ്കജലാധര, ചന്ദ്രകലാധര, ശങ്കര ഭഗവാനെ എന്ന് നമ്മൾ അന്ന് പാടി പഠിച്ചതില്ലേ, അതിപ്പോഴും ഓർക്കുന്നുണ്ട്. അത്രയും നമ്മുടെ മനസ്സിനകത്തേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥിക്ക്. അതേപോലെ തന്നെ ഈ ട്രോളുകൾ, ഇപ്പോൾ നിരഞ്ജൻ, പിന്നെ ഡെന്നിസ്, അതേപോലെ ആമി, ഇവർ തമ്മിലുള്ള ട്രോൾസ് ഇപ്പോഴും ചില സ്പൂഫും ഒക്കെ വരുന്നുണ്ട് സമ്മറിൻ ബദൽഹേമിൻ്റെ. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ട്രോള്, സ്പൂഫ് എന്ന് പറയുന്ന വാക്കുകളില്ല. ഇപ്പോൾ സാർ ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ സ്പൂഫൊക്കെ വരുമ്പോൾ എന്താ മനസ്സിൽ തോന്നണേ? ഞാൻ ഈ സന്തോഷമാണ്. ബിക്കോസ് നമ്മുടെ ഒരു പ്രോഡക്റ്റിൽ നിന്നല്ലേ അത് അവരുണ്ടാക്കുന്നത്. അപ്പം നാച്ചുറലി അത് ഇപ്പോൾ സിബി പറഞ്ഞ മാതിരി തന്നെ അത് ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഏത് വിധത്തിൽ എടുത്തു കഴിഞ്ഞാലും, അത് ട്രോൾ ഏത് വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും, അത് അതിൻ്റെ എന്തർത്ഥമാണെങ്കിലും എന്നെ ഉദ്ദേശിച്ചിട്ട് എൻ്റെ സിനിമയിൽ ഇപ്പം ഞാൻ FM ട്രാൻസ്മിഷനിൽ കാലത്ത് ഈ സിനിമ ട്രാവൽ ചെയ്യുമ്പം FM ട്രാൻസ്മിഷനൊക്കെ കേൾക്കണം. അപ്പം നമ്മൾ അന്നോട്ട് ഇന്ന് വരെ ഉണ്ടാക്കിയ സിനിമകളിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ്.
മനസ്സിലായോ? അപ്പോൾ അത് എൻ്റെ സിനിമയിലെ പാട്ട് അത് അപ്പോൾ എന്തായാലും ഒരു 3-4 പാട്ടുകൾ ഡെഫിനറ്റായിട്ടും ഒരു ദിവസം പോലെ, പ്രത്യേകിച്ച് ഈ സമറിൻ ബത്രയിലെ സോങ്സ്, ദേവദൂതൻ്റെ സോങ്സ്, ഇങ്ങനെ ഇതെല്ലാം വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കാലത്ത് ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്, ഒരു സ്പെഷ്യൽ എനർജി സിനിമ. അങ്ങനെ അതാണ് എല്ലാ ട്രോൾസോ സ്കൂപ്പോ എന്താണെങ്കിലും ഞാനത് എല്ലാം നല്ലതാണ്. എല്ലാം നല്ലതാണ്. ചിലപ്പോൾ കൂടുന്തേടിക്ക് ശേഷം രേവതിക്ക് ഒരു പാവക്കുട്ടി മുതൽ സത്യൻ അന്തിക്കാട് സാറിൻ്റെ കൂടെ കൂടിയതാണ്. അതിനുശേഷം കുറേ കാലം സത്യൻ സാർ മാത്രമായിരുന്നു. കനൽക്കാറ്റ് വരെയുള്ള സിനിമകൾ, അതിനിടയിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ്സ്. ഒരുപക്ഷെ സിയാദ് കോക്കറിൻ്റെ അറിയപ്പെടുന്ന സിനിമകളിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലും വലിയ ഗ്രേറ്റ് സിനിമ, നമ്മൾ ഇന്നും ആഘോഷിക്കുന്ന സിനിമകളൊക്കെ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ തെന്നിയിട്ട് സിബി സാറിൻ്റെ അടുത്തെത്തി ഒരു 4 പടം ചെയ്യുന്നുണ്ട്. സിബി സാറിലേക്ക് എത്തുന്നതിൻ്റെ കാരണം, അതിൻ്റെ ഇടയ്ക്ക് 1-2 പടങ്ങൾ ഉണ്ട് മറ്റ് സംവിധായകർ ഉപയോഗിച്ചിട്ടുണ്ട്. സിബി സാറിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? സത്യന് വലിയൊരു ഡയറക്ടറായി മാറിയപ്പോഴത്തേക്കും പിന്നെ ഞാനത് മറ്റുള്ള വഴി ഒഴിഞ്ഞു കൊടുക്കണമല്ലോ നമ്മൾ എപ്പോഴും. അതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പാർട്ടാണ്. ഞാൻ വേറെ വഴി കൂടെ പോയി. പക്ഷേ എനിക്ക് സിബി മലയിൽ എന്ന് പറയുന്ന ഒരാളുടെ ക്രിയേഷൻ വളരെയധികം എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം. അപ്പോൾ നമ്മളത് നോക്കുമല്ലോ, നമ്മൾ ഓരോ പടങ്ങളും കാണുമ്പോഴത്തേക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനോട് ഞാൻ കോയിൻസിഡൻ്റലി ഞാൻ സത്യൻ അന്തിക്കാട് ബിസിയാവുന്ന സമയത്താണ് ഞാൻ സിബിനെ അപ്രോച്ച് ചെയ്യണത്. സിബി പറഞ്ഞല്ലോ 10 വർഷം എടുത്തു ഇതിന് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാനായിട്ട്. സിബിനോട് ഞാൻ പോയി ആവശ്യപ്പെടുകയാണ് ചെയ്ത്, എനിക്ക് ഒരു പടം ചെയ്യണം. അപ്പോൾ സിബി ഭയങ്കര തിരക്കിലാണ് അന്ന് ഓരോ പടങ്ങളായിട്ട്. പക്ഷേ ചെയ്യാമെന്ന് പറയും, പക്ഷേ അതൊരു സമയം വന്നില്ല. 10 കൊല്ലം എടുത്തു സമറിൻ ബത്രയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കണ്ട് അഡ്മയർ ചെയ്തിട്ടാണ്. അത് എനിക്കിഷ്ടപ്പെട്ട സിനിമകളായിട്ട് മാറുന്നു, അത് എൻ്റെ ടേസ്റ്റിന് പറ്റിയ ഒരു സാധനമായിട്ട് മാറുന്നു. അത് അങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ചറിയുമല്ലോ ചില കാര്യങ്ങൾ ജീവിതത്തിൽ. അപ്പോൾ അത് ആണ് എന്നെ സിബി സാറായിട്ട് അടുപ്പിക്കാൻ. പിന്നെ ഇതിലെല്ലാത്തിനും വലിയ കാര്യം, വേറെ ഞങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സമറിൻ ബത്രയിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ സബ്ജക്റ്റ് മലയാളത്തിലേക്കാകുന്നു എന്ന് പറയുന്ന ഒരു നിമിഷം തൊട്ട് ഞാൻ എന്ത് പറയുന്നു അത് സിബിക്ക് മനസ്സിലാവും, സിബി എന്ത് ഉദ്ദേശിക്കുന്നു അത് എനിക്ക് മനസ്സിലാവും. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും കോമൺ ഫ്രണ്ടായ രഞ്ജിത്തിന് അത് ഈസി ആയിട്ട് മനസ്സിലാക്കി കൊടുക്കും സിബി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാച്ചുറലി മാനസികമായിട്ടുള്ളൊരു ഐക്യം ഉണ്ടാവുമല്ലോ, ഒരു സ്നേഹം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് സിബിയുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ക്ലോസായി. സിബിയുടെ ഫാമിലി ഈ സമറിൻ ബത്രയിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തമ്മിൽ ഒരു സിങ്കായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്ത് കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ആ കാറ്റഗറി സിനിമകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിബി ചെയ്ത കിരീടമാണെങ്കിലും ഭരതമാണെങ്കിലും ഹിസൈനിയസ് അബ്ദുള്ളയാണെങ്കിലും അതൊക്കെ സിനിമകൾ നാച്ചുറലി നമ്മൾ കൊതിക്കുമല്ലോ. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നമുക്ക് ഒതുങ്ങി വന്നു, ഇങ്ങേർക്കിത് നമുക്ക് വേണ്ടി ചെയ്യാൻ പാടില്ലായിരുന്നു, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതുകൊണ്ട് ദോഷമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കൊരു നാഷണൽ അവാർഡ് മിസ് ചെയ്തിട്ടുണ്ട് ഒരു പടത്തിൽ, 1000-1 അത് ചില കഷ്ടകാലം കൊണ്ടിട്ട് നാഷണൽ അവാർഡ് മിസ് ചെയ്തൊരു സിനിമയാണ്. കലാഭവൻ മണിയെ ഇത് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അതാണ് ഒരു സിനിമാ ജീവിതത്തിലെ എൻ്റെ നഷ്ടമെന്ന് പറയുന്നത്. നാഷണൽ അവാർഡല്ല കാര്യം, 2 നല്ല ആൾക്കാർ, അതായത് ടി.ആർ. റസാഖ് സ്ക്രിപ്റ്റ് റൈറ്റർ, മണി ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ്. സിബി സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിനെ വെച്ചുണ്ടാക്കിയ ഒരു സിനിമ സ്റ്റേറ്റ് അവാർഡ് ടി.ആർ. റസാഖിന് കിട്ടിയെങ്കിലും അത് നാഷണൽ അവാർഡിന് അർഹര ഒരു അന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക അതിന് നമ്മുടെ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് കിട്ടാവുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട പടമായിരുന്നു. അത് മാത്രമല്ല ഹാസ് ആക്ടഡ് വെരി വെൽ. സിബിയുടെ നല്ലൊരു വർക്കാണ്. ആണ്ടവന് ശേഷമല്ലേ 1000-1 ചെയ്യുന്നത്? ആണ്ടവന് ശേഷം 2001 സിബി സാറിൻ്റെ സിനിമകളെ കുറിച്ച് പറയാൻ എനിക്ക് 100 നാക്കാണ്. അതിൽ കിരീടവും ചെങ്കോലും കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കിരീടം എന്ന് പറയുന്ന സിനിമയുള്ളതുകൊണ്ട് ചെങ്കോലാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം സേതുമാധവൻ്റെ കഥ അവസാനിക്കുന്നത്
ചെങ്കോലിലാണ്. അച്യുതൻ നായരുടെ ജീവിതമാണ് ശരിക്കും കിരീടത്തിലുള്ളത്. അച്യുതൻ നായരുടെ ഒരു നീതി നിർവഹണത്തിൻ്റെ ഇടയ്ക്ക് നിയമപരമല്ലാതെ സേതുമാധവൻ കയറി ഇടപെടുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാവുന്നത്. പിന്നീട് സേതുവിൻ്റെ ജീവിതവും കീരിക്കാടൻ ജോസിൻ്റെ ജീവിതവും അച്യുതൻ നായരുടെ കുടുംബവും എല്ലാം നശിച്ചു പോകുന്നതാണ് കിരീടം. പക്ഷേ ചെങ്കോൽ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു പടി കൂടെ മുമ്പോട്ട് പോയി. ഇപ്പോൾ കൈയടിച്ച് അകത്തേക്ക് പോയ സേതുമാധവനെ കിരിക്കാടനെ കുത്തി വീഴ്ത്തുമ്പോൾ കൈയടിച്ച നാട്ടുകാർ ചെങ്കോൽ വന്നപ്പോൾ അത്ര കണ്ട് കൈയടിച്ചില്ല. അതിന് കാരണമെന്ന് പറയുന്നത് പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സേതുമാധവനെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് പ്രതിസന്ധികളിൽ സേതുമാധവൻ വന്നു തുടങ്ങുന്നത് മുതൽ അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. കിരീടം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ചെങ്കോലിനെ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് ഞാൻ മുൻകൂറായി പറയുകയാണ്. ചെങ്കോൽ ശരിക്കും എന്തുകൊണ്ടാണ് ഗ്രിപ്പായി പോകാത്തതെന്ന് പലവട്ടം പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഷമി തിലകൻ ചേട്ടൻ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് അച്യുതൻ നായർ അങ്ങനെ അധപ്പതിക്കില്ലായിരുന്നു എന്ന് പറയുന്നൊരു ഒബ്സർവേഷനാണ് നടത്തിയത്. ഈ പലതരത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെങ്കോൽ. സാറ് ഈ ക്യാരക്ടറിനെ അനലൈസ് ചെയ്യുമ്പോൾ സാറിന് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് ചെങ്കോൽ ചെയ്യാനായിരുന്നോ അത് കിരീടമായിരുന്നോ? എനിക്ക് വ്യക്തിപരമായിട്ടും കിരീടത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ചെങ്കോലാണ്. അതിൻ്റെ ഇമോഷണൽ കണ്ടൻറ്റ് വെച്ച് തന്നെയാണ്. കിരീടം ചെങ്കോലായിട്ടുള്ളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത്, കിരീടത്തിലെ സേതുമാധവനോ അച്യുതൻ നായർക്കോ മറ്റ് ക്യാരക്ടേഴ്സിനോ ഒരു പാസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു കൈപ്പേറിയ ഒരു ജീവിതാനുഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചെങ്കോലിലേക്ക് എത്തുമ്പോൾ ഇവർ വലിയൊരു ദുരന്തത്തിൻ്റെ ഭാണ്ഡവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന, അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞ ഒരു സേതുമാധവൻ. മകനെ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു അച്ഛൻ മകൻ ജയിലിലായിപ്പോന്നു, അയാളൊരു നൊട്ടോറിയസ് ക്രിമിനലാണെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന് ഗതികെട്ടൊരച്ഛൻ. അയാളുടെ മുമ്പിൽ അയാളുടെ എല്ലാ ഭാവിയെ ഈ മകൻ്റെ കരിയറിലൂടെ സ്വന്തം കുടുംബത്തെ അയാളുടെ സഹോദരങ്ങളെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് എല്ലാം അസ്തമിച്ചു പോയി. രോഗിണിയായ അമ്മ, വിവാഹം ബന്ധം വേർപെട്ട് നിൽക്കുന്ന സഹോദരി, ഒരിടത്തും എത്താത്തൊരു അനുജത്തി, കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇളയ അനുജനെ അവനെ പഠിപ്പിക്കാനുള്ള, അങ്ങനെ ഒരുപാട് ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളിലൂടെയാണ് അച്യുതൻ നായർ കടന്നു പോകുന്നത്. അയാൾ വളരെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്ന ആൾ ഗതികേടിൻ്റെ അങ്ങേറ്റത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. അയാൾക്ക് ഇതെല്ലാം ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് ഇത്രയും ആൾക്കാരെ സംരക്ഷിക്കാനുള്ള അയാൾക്ക് വേണം ആത്മഹത്യ ചെയ്ത് കളയായിരുന്നു. അത് ചെയ്തില്ല അയാൾ അന്ന് ആദ്യം. അയാളൊന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ അവിടെയും സാധിച്ചില്ല. അയാൾക്ക് ഏറ്റവും വലിയ ദുരന്തമുഖത്ത് അയാൾ എത്തി നിൽക്കുന്നത് ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് മകൻ കാണുന്ന ഘട്ടത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേതുമാധവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ ഒരു തുടർക്കഥയാണ് ചെങ്കോൽ എന്ന് പറയുന്നത്. അയാൾ അവസാനം ഗതികെട്ട് അയാൾ ഈ ഹോട്ടൽ മുറിയുടെ ജനലിൽ കൂടെ നോക്കിയിട്ട് പറയുന്നത്, സേതുമാധവൻ്റെ ജീവിതം തകർന്നു പോയത് ഇവിടെയാണ്, എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ട് പോയത് ഇവിടെയാണെന്ന് പറയുന്ന ആ മൊമെൻറ്റിലാണ് അയാൾ തിരിച്ച് കണ്ണാടിയിലേക്ക് മുമ്പിലേക്ക് വന്നിട്ട് നെറ്റിയിലെ മുറിവ് എൻ്റെ തൂവലാണ്, എൻ്റെ കിരീടത്തിൻ്റെ തൂവലാണെന്ന് പറയുന്ന ഗതികൾ. അതായത് ഇനി എനിക്കൊരു ജീവിതമെന്ന് പറയുന്നത് എൻ്റേതായിട്ടുള്ള ജീവിതമില്ല, ഞാനൊരു ഗുണ്ടയായിട്ട് അവരോധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ആ ജീവിതമേ എൻ്റെ മുമ്പിലുള്ളതെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അപ്പം അത്തരം ഇതൊന്നും ആഗ്രഹിച്ചിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതല്ല, അങ്ങനെ ഒരു ഗതികേടുകൂടെ പോകുന്ന കഥാപാത്രങ്ങളാണ് എല്ലാം. ഞാൻ എൻ്റെ അടുത്ത് വേറെ ആരും ഈ ഷമ്മി പറഞ്ഞ കമൻറ്റ് പറഞ്ഞു, പക്ഷേ നമ്മൾ തിലകൻ ചേട്ടൻ ആ കഥാപാത്രം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിനല്ല, നമ്മളൊരു കഥാപാത്രത്തെയാണ്, അച്യുതൻ നായരെയാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. അത് ഒരു റൈറ്ററോ ഒരു ഡയറക്ടറോ മുന്നോട്ട് വെക്കുന്നൊരു കഥാപാത്രത്തെ എങ്ങനെ നന്നായിട്ട് എനാക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു നടൻ്റെ അതിൻ്റെ എന്താണ് ധാർമ്മികതയല്ല പ്രശ്നം. കഥാപാത്രത്തിൻ്റെ പോർട്രേ ചെയ്യാൻ അയാൾ അത് ഗംഭീരമായിട്ട് തിലകൻ ചേട്ടൻ ചെയ്തു. അതിനകത്ത് എനിക്ക് തോന്നുന്നു കിരീടത്തേക്കാൾ ഗംഭീരമായിട്ട് തിലകൻ ചേട്ടൻ്റെ പെർഫോമൻസും ഇതിനകത്ത് തന്നെയാണുള്ളത്. ഈ മകനെ തള്ളിക്കളയുകയും ഗതികേട് കൊണ്ടാണ് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പിന്നെ മീൻ കച്ചവടമായിട്ട് നടക്കുന്നതും കാര്യങ്ങളൊക്കെ ഇയാളെ അറിയുന്നുണ്ടല്ലോ, ഒരേ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷേ ഇയാളുടെ ഈ ഒരു മകനെ തള്ളി പറയാതെ അയാൾക്കൊരു ജീവിതമില്ല, ആ മകൻ തന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടുമുട്ടുന്നു എന്നൊക്കെ പറയുന്ന
എല്ലാവരും ദുരന്തങ്ങളിലൂടെ വല്ലാത്ത ദുരന്ത കഥയാണത്. അതെ അതെ അതെ. ആ ദുരന്തം എന്താണ് മനോഹരമായിട്ട് ലോഹിതദാസ് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ചോദിക്കാനുള്ളത്, ഈ സേതു കത്തി താഴെ ഇട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ സേതു കുറച്ചുകൂടെ ബുദ്ധിമാനാണ്. കാരണം എന്ന് വെച്ചാൽ പോലീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ മറ്റേ ക്രിമിനലിനെ പോലെ ട്രെയിൻഡ് അല്ലാത്തൊരാളല്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ ഇമോഷനൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണ് സേതുമാധവൻ, പഠിച്ച ആളാണ്. അപ്പോൾ സേതുമാധവൻ കത്തി താഴെ ഇട്ടിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ നോക്കുമ്പോൾ സേതുവിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിക്കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരന്തത്തിന് കാരണമെന്ന്. ഇല്ല അത് അങ്ങനെയല്ല. അതിനെ സേതുമാധവൻ അവിടെ ചെന്ന് ഇരിക്കുന്നത് ഒരു ചാവേർ പോരാളിയായിട്ടാണ്. കാരണം അയാൾ ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇയാൾ ലോഹി തന്നെ എവിടെയോ പറഞ്ഞായിട്ട് ഞാൻ കണ്ടു, സേതുമാധവൻ അച്ഛനെയും കിരിക്കാടൻ്റെ വീട്ടുകാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇയാളുടെ സുഹൃത്തായ ശ്രീനാഥിൻ്റെ കഥാപാത്രത്തിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഇയാൾ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ലോഹി അവിടെ ഇല്ല. ഞാൻ ഹോസ്പിറ്റൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പം ഞാനത് ഷൂട്ട് ചെയ്തു. ലാൽ നടന്നു വന്നു, തിലകഞ്ചേട്ടൻ്റെ മുമ്പിൽ വന്നു, അമ്മയെ കണ്ടു. അത് കഴിഞ്ഞ് അയാൾ തിരിച്ചു പോകുന്ന ഒരു പോക്കട്ട്, തിലകഞ്ചേട്ടൻ്റെ കാലിൽ തൊട്ടിട്ട് അച്ഛൻ്റെ കാലിൽ തൊട്ടിട്ട് അയാൾ തിരിച്ച് നടന്നു പോകുന്നത്. ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പം ലോഹിയെ സംബന്ധിച്ചോളം ലോഹി പെട്ടെന്ന് ആരോട് പറഞ്ഞു, ആ സമയത്ത് ലോഹിക്ക് ആ ലൊക്കേഷൻ ഉണ്ടായില്ല. ലോഹി പറഞ്ഞു, ഞാൻ അന്ന് മോണിറ്റർ ഇല്ല, നമുക്ക് മോണിറ്റർ കാണാനോ അല്ലെങ്കിൽ ഇത് അപ്പം തന്നെ റീപ്ലേ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ലോഹി പറഞ്ഞു, എനിക്കൊരു കാര്യം സിബിയെടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഈ നടന്നു വരുന്ന മോഹൻലാൽ തിരിഞ്ഞുള്ള നടപ്പുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഇയാൾ നടന്നു വരുന്നൊരു ആദ്യയോട് കൂടിയാണ്. കാരണം എന്ത് പറ്റിയെന്നുള്ളത് തിരിച്ചു പോകുന്ന അയാളുടെ ഒരു നിശ്ചയമായിട്ടാണ്. ആ നടപ്പിനകത്ത് പക്ഷേ അത് കൃത്യമായിട്ട് അതുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ്. ലോഹിക്കപ്പോൾ പെട്ടെന്ന് ആ തിരിച്ചുള്ള നടപ്പും വരുന്ന നടപ്പും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഞാനത് കമ്മ്യൂണിക്കേറ്റ് തന്നില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ തന്നെയാണ് അത് വർക്കായത്. അപ്പോൾ ഈ പോകുന്ന സേതുമാധവൻ പിന്നെ പോയിരിക്കുന്നത് ചാകാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാകാൻ തയ്യാറാണെന്നുള്ളൊരു ചാവേർ പോരാളിയുടെ മനസ്സോടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഏത് മനുഷ്യൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് അല്ലേ? ചാകാൻ പോകുന്നതിന് മുമ്പായിട്ടൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പിടിച്ചു കയറുമെന്ന് പറയുന്ന പോലെ ഇയാളുടെ സമയത്തോളം ഇയാൾക്ക് തിരിച്ചൊന്ന് ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകുന്നുണ്ട് അയാൾക്ക്. അവിടെയാണ് അയാൾ തിരിച്ചടിക്കാത്തുള്ളത്. പക്ഷേ ആ അടി തുടങ്ങുന്നതോടുകൂടി ഇയാളല്ലാതായിരുന്നു. ഇയാളൊരു എക്സെൻട്രിക്സിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കിരിക്കാടനെ കുത്തി വീഴ്ത്തിയ ശേഷം ഇയാൾ ആ കാളവണ്ടിയുടെ വീലിൽ ചാരി ഇരുന്നിട്ട് ഇയാൾ പോലീസ് വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ ഇയാൾ കയ്യിൽ നിന്ന് പോയി. ഇയാൾ നോർമലല്ല, പഴയ സേതുമാധവനല്ല. അയാൾ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ലാലിൻ്റെ അടുത്ത് പറയുന്നത്, ഇയാളിപ്പോൾ എക്സെൻട്രിക്കാണ്. ഇയാൾ അവിടെ നേരത്തെ ചാകാൻ വന്നിരുന്ന സേതുമാധവനല്ല. ഇയാൾ കൊല്ലാൻ ഒരു കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റിലേക്ക് എത്തിയ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോയിരിക്കുന്നു അയാൾ. അതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമാക്കുന്ന ഒരു ജസ്റ്റർ വേണം, എന്തെങ്കിലും ഒരു ഓഡിയൻസിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ജസ്റ്റർ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലാലിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനൊന്ന് ച്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ച്യൂ ചെയ്തെന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് കാണിക്കാൻ പറഞ്ഞു. ലാലത് കാണിച്ചു. അപ്പോൾ നമ്മളിത് ഓക്കെയാണ്, ഇത് നമ്മൾ ചെയ്യാം. അങ്ങനെയാണ് ആ ച്യൂ ചെയ്യുന്നത് ഒരു നോർമൽ ലെവലിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു സൂചനയാണത്. അതിനു മുമ്പ് അയാൾ ആ സിനിമയിൽ അങ്ങനെ ഒരു ജസ്റ്റർ ചെയ്തിട്ടില്ല, അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അത് ഒരു എന്നാൽ അയാളുടെ നോട്ടമൊക്കെ അവിടെ വെച്ചൊക്കെ മാറുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിക്കുന്നിടം തൊട്ട് അയാൾ കയ്യിൽ നിന്ന് പോയി. അത് അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. അതെ. അവിടുന്ന് അപ്പോൾ അയാൾ ശരിക്കും കത്തി താഴെയിടുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ല അയാൾ. പറ്റില്ല. അച്ഛനാട പറയുന്നതെന്ന് പറയുമ്പോൾ മാത്രമാണ് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ പിന്നീട് ചെങ്കോലിൽ പറയുന്ന പോലെ, നിങ്ങളാണോ എൻ്റെ അച്ഛൻ, നിങ്ങളെയാണോ ഞാൻ അച്ഛ എന്ന് വിളിച്ചതെന്ന് പറയുന്ന ഒരു തോട്ട് തുടങ്ങുന്ന അവിടുന്ന്. ആ അച്ഛൻ അങ്ങനെ കണ്ടിരുന്ന അച്ഛൻ ഇങ്ങനെ എത്തിയിരിക്കുന്നത് ഈ നേരത്തെ താങ്കൾ പറഞ്ഞു, ഇതിൻ്റെ പൂർണ്ണത കിരീടമുള്ളത് കൊണ്ടാണ് ചെങ്കോലിൻ്റെ അതിൻ്റെ ആ ഒരു ഗ്രാഫ് അങ്ങനെ ആ ലെവലിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് അത് കാണാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ ചെങ്കോലിൽ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്തിട്ടുള്ളത്, ആ ചെറിയ പയ്യനെ, അതായത് നമ്മുടെ കീരിക്കാടൻ ജോസിൻ്റെ മോനെ വളർത്തിയെടുക്കുന്ന സമൂഹം എന്ന് പറയുന്നത്
ആ ഫാമിലിയും ഒക്കെ വളർത്തിയെടുക്കുന്നത് ആണെന്ന് പറയുന്നത് ഇങ്ങനെ തല്ലും തണ്ടും ഒക്കെ ഉള്ള ആൾക്കാരായിട്ടാണ്. ഇത്രയും അനുഭവങ്ങളുള്ളപ്പോൾ പോലും അയാളെ വളർത്തിയെടുക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു ദുരന്തവും കൂടിയാണ് ക്ലൈമാക്സിൽ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അത്രയും സൂക്ഷ്മമായിട്ട് ആണധികാരത്തേക്ക് വരച്ചിടുന്ന ഒരു സിനിമ ചെയ്തത്. പക്ഷേ ആണധികാരത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്ന ഒരു തരത്തിൽ അടിച്ചു വീഴ്ത്തി ജയിലിലേക്ക് പോയ സേതുമാധവനെ സ്വീകരിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു റിയൽ സിറ്റുവേഷനെ സ്വീകരിക്കാൻ പര്യാപ്തമായിരുന്നില്ല അന്നത്തെ നമ്മുടെ ഒരു സിനിമ കാഴ്ചക്കാർ. അപ്പോൾ ചെങ്കോല് ശരിക്കും ആവർത്തിച്ച് കാണേണ്ട ഒരു സിനിമയായിട്ട് എനിക്കിപ്പോഴും തോന്നണത്. കാരണം റിയൽ കഥ തീരുന്നതോ അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതും ചെങ്കോലിലാണ്. അപ്പം ഇതിൻ്റെ ആപ്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പട്ടണപ്രവേശം സ്വീക്കൽ സിയാദ് സാറിൻ്റെ പട്ടണപ്രവേശം അക്കരെ 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 നാടോടിക്കാറ്റൊക്കെ വേറെ വേറെ കഥകളാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്ന സിനിമ എന്നുള്ള രീതിയിൽ വന്നതാണ്, തുടർച്ചയാണ്. അപ്പോൾ ചെങ്കോല് കുറച്ചുകൂടെ ഇനിയും കാണേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ചെങ്കോല് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കിരീടം ഒരുപക്ഷെ ഒരു അതിൻ്റെ ഒരു ഇമോഷണൽ കണ്ടൻറ്റും കൂടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടായ ഒരു ആക്ഷൻ എലമെൻറ്റും കൂടി ആ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്ഷൻസിനെല്ലാം ഇമോഷണൽ ബാക്കിംഗ് ഉണ്ട് അല്ലേ. അടിക്കാൻ വേണ്ടി അടിച്ചതല്ലല്ലോ, അതിൻ്റെ ഇമോഷണൽ ബാക്കിംഗ് ഉള്ള സിറ്റുവേഷനിൽ നിന്നാണ് ഈ കഥാപാത്രം. ആ സിനിമയുടെ ഓരോ ആക്ഷൻ സീക്വൻസും അങ്ങനെ തന്നെയാണ്. അത്രയും ശക്തിയുണ്ട്, അത്രയും ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് സക്സസ്ഫുൾ ആയതും. ചെങ്കോലിന് അത്രയും വലിയ സക്സസ് ആകാൻ കഴിയാതെ പോയത് ഈ ഭാരം പേറുന്ന കഥാപാത്രങ്ങളുടെ ദുരന്തങ്ങളെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. അത് അവിടെ ഒരു ഹീറോയിസം ഇല്ല. അതെ അതെ, ഇടയ്ക്കൊക്കെ മിന്നുന്നുണ്ട് ഉണ്ട് എങ്കിൽ പോലും ഇയാൾ വന്ന് കൊല്ലപ്പെടുക, അയാൾ മരണപ്പെടുകയാണല്ലോ. അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ അയാളുടെ മേലെ അധിനിവേശം നടത്തി കഴിയുകയാണ്. ഈ ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ ദശരഥത്തിലെ പാട്ടിനകത്ത് പുള്ളി കസേരയിൽ വന്ന് ഇരിക്കാൻ പോകുന്ന ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ മലയാള സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനാണ് എടുക്കുക. അപ്പോൾ ഒരു ചമ്മലും ആ മനുഷ്യൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇനി ലാലേട്ടൻ വിചാരിച്ചാൽ പോലും ആ ക്യൂട്ട്നെസ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഭയങ്കര രസമുള്ളൊരു സാധനമല്ലേ ആ പാട്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും സിനിമകളിൽ ഇപ്പോൾ സിബി സാറിൻ്റെ സിനിമകളിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷേ ഇത്രയും ക്യൂട്ട് പാട്ട് വേറൊന്നും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു കാരണം വെച്ചാലേ, ഞാൻ ലാലിൻ്റെ ഈ കഥാപാത്രം ഈ ലാല് മുമ്പ് സിനിമ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എഴുതുന്നതിന് മുമ്പ് ഞങ്ങൾ ലാലിൻ്റെ അടുത്ത് പോയി 2 കഥകൾ പറഞ്ഞു. പ്രൊഡ്യൂസർമാർക്ക് അടുത്ത് 2 കഥ പറഞ്ഞു. അത് 2 അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ തീരുമാനം എടുക്കാൻ ലാലിൻ്റെ അടുത്തേക്ക് വിട്ടു. ലാലിൻ്റെ അടുത്ത് പോയി 2 കഥ പറഞ്ഞപ്പോൾ ലാല് 2 ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് പിന്നീട് അബ്ദുള്ളയായിട്ട് വന്നു, ഒന്ന് ദശരഥമാണ്. ഈ 2 കഥകൾ പറഞ്ഞപ്പോൾ ലാല് ചോദിച്ചത് നമുക്ക് പെട്ടെന്ന് തുടങ്ങണം. കാരണം ഈ പടം കഴിഞ്ഞാൽ അദ്ദേഹം നമ്പർ 20 മദ്രാസ് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മളത് തുടങ്ങണം, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് ലോഹി പറഞ്ഞത് എനിക്ക് ദശരഥത്തിൻ്റെ കഥയാണ് എഴുതാൻ പറ്റുന്നത്. അങ്ങനെ അത് എഴുതുകയാണ്. അപ്പോൾ ലാല ഒരു ഔട്ട്ലൈനിൽ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ലൊക്കേഷന് വന്ന് ഫസ്റ്റ് ഡേ ചോദിച്ചു എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഐഡിയ മാത്രം ഞാൻ ബേസിക്കലി ഫസ്റ്റ് ഡേ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾക്കൊരു ഫിക്സേഷനില്ല, ഒന്നിലും ഒരു തീരുമാനമില്ല. ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും അയാൾക്കൊരു തീരുമാനമില്ല. പെട്ടെന്ന് തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ഇയാളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും, താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം. ഇയാൾക്ക് 2 കാലിൽ ഒരുമിച്ചൊന്നും നിൽക്കത്തില്ല. കുറച്ച് ആ കാലം മാറും, ഈ കാലയിലോട്ട് മാറും. ഇയാൾക്കൊരു മുറിയിൽ കയറി വന്നാൽ എവിടെ ഇരിക്കണമെന്ന് പോലും കൺഫ്യൂഷനാണ്. അതിന് ഉദാഹരണം പറഞ്ഞത്, അതിനു മുമ്പ് ഞങ്ങൾ 2ഉം കൂടെ ചെയ്തിരുന്ന സിനിമയുടെ നിർമ്മാതാവുണ്ട്. അദ്ദേഹം ഇതുപോലെയാണ്, ഒരു മുറിയിൽ കയറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം അല്ലേ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സേഷൻ ഇല്ല, അയക്കമില്ല, കസേര മാറിക്കളയും, അവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു തീരുമാനം, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ അതൊന്നും ആ പുള്ളിയൊന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധനം ഉണ്ട് കസേരയിൽ. അപ്പോൾ ലാലിന് അയാളെ അറിയാം. ലാലിന് ഓക്കെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അത് പറഞ്ഞോളെ ലാൽ പറഞ്ഞു എനിക്ക് കിട്ടിയ ആളെ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഈ പാട്ടെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഇരുന്നത്. ഭയങ്കര രസമുള്ള സാധനം. ഈ ലോക് സാറിനെ കുറിച്ച് പറയുമ്പോൾ തനിയാവർത്തനമാണ് നിങ്ങൾ തുടങ്ങുന്നത്. തനിയാവർത്തനത്തിൽ ശരിക്കും ഈ ബാലമാഷ് ആണ് കേന്ദ്ര കഥാപാത്രം. നമ്മളൊരു നായകനായി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് അതിനകത്തൊരു ഒബ്സർവേഷൻ തോന്നിയത് ഈ ബാലമാഷിൻ്റെ ജീവിതവും ആ കുടുംബമൊക്കെ അങ്ങനെ ആക്കുന്നതിൽ ബാലമാഷിന് വല്ലാത്തൊരു പങ്കുണ്ട്. കാരണം ഈ ഗോപി എന്ന് പറയുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടർ, മുകേഷ് ഏട്ടൻ ചെയ്ത ക്യാരക്ടർ പറയുന്നുണ്ട് ഈ കാളിയും കൂളിയൊക്കെ വലിച്ചെറിഞ്ഞ് കളയേണ്ട സമയമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ ശാസിച്ച് അധികാരം പ്രയോഗിച്ച് അയാൾ അനിയനായതുകൊണ്ട് ഇയാൾ ചേട്ടനായതുകൊണ്ടും അധികാരം പ്രയോഗിച്ച് അവിടെ നിർത്തിയിട്ട്
ഈ കാശൊക്കെ ബാലമാഷ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. ഈ കാശൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തീരുമാനം എടുക്കുന്നത് സത്യത്തിൽ ഇയാളാണ്. ഒരുപാട് സ്വാധീനങ്ങളുണ്ട്, പക്ഷേ എതിർ സ്വാധീനം ഉണ്ടായിരുന്നു, ഗോപിയുടെയൊക്കെ വാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കാതെ ഈ ബാലമാഷ് തീരുമാനം എടുത്തിട്ട് ബാലമാഷ തന്നെ ആ ചിലന്തി വലയിൽ കുടുങ്ങി പോകുന്നതാണ്. അപ്പോൾ ഒരു വില്ലനിസം ശരിക്കും ബാലമാഷിൽ പോലും നമുക്ക് ആരോപിക്കാൻ കഴിയും. അങ്ങനെ കാണാൻ പറ്റുമോ അതിനെ? അല്ല, അങ്ങനെയും ചില ചർച്ചകൾ ഞാൻ വേണ്ടി കേട്ടു. ഇയാളൊരു പീപ്പിൾ പ്ലീസറാണ്. അയാൾ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ? അയാൾ അറിയാതാണെങ്കിൽ പോലും അയാളെ നന്മ തന്നെയാണത്, നന്മ തന്നെയാണ്. പക്ഷേ അയാൾ എന്താണ് ഈ നമുക്ക് കാരണവന്മാരെ ധിക്കരിക്കാൻ പാടില്ല, പാരമ്പര്യത്തെ ധിക്കരിക്കാൻ പാടില്ല എന്നൊക്കെ അല്ലാന്ന് അയാൾക്ക് അറിയെങ്കിൽ പോലും അതിനെ ധിക്കരിക്കാനുള്ളൊരു മനസ്സില്ല. ഇത് ശരിയല്ലായ്മ ഉണ്ടെന്ന് അയാൾക്ക് തിരിച്ചറിയാം, ബോധ്യമുണ്ട്. പക്ഷേ വല്യമ്മാവൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക്, മുത്തശ്ശി പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്നൊക്കെ പറയുന്ന ഒരു അമ്മയ്ക്ക് എതിരായിട്ട് പറയാതെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അതിനെന്താ നമ്മൾ പറയുക, ഒരു സാമ്പ്രദായികമായ രീതികളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിനെ പൊട്ടിച്ച് തകർക്കാനോ. പക്ഷെ ഗോപി അങ്ങനെയല്ല. ഗോപി റിബല്യസ് ആണ്. ഗോപി അതിനെ പൂർണ്ണമായിട്ടും അതിനോട് റിബല്യസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇയാൾ കുറച്ചും കൂടെ എന്താണ് നമ്മൾ പറയുന്നത്, അയാൾ കുറച്ചുകൂടെ വിവേകത്തോടെ, പക്ഷെ ആ വിവേകം അവിവേകമായി മാറിപ്പോയി എന്നുള്ളതാണ് പിന്നീട് എൻ്റെ റിസൾട്ട്. അങ്ങനത്തെ ഒരു നിരീക്ഷണങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, എനിക്ക് അതിൻ്റെ സിനിമയുടെ കോറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ ചായക്കടയിൽ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു സാധനമുണ്ട്, വെള്ളിയാഴ്ച ദിവസം ആ കാവിൻ്റെ സൈഡിൽ കൂടെ പോകരുത്, അപ്പം ചിൽ 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 എന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറയും, ഇല്ല ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ കണ്ടവരുണ്ട് എന്നാണ് പറയുന്നത്. ചിലമ്പിന്റെ ഒച്ച താൻ കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ കേട്ടവരുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പലപ്പോഴും ഇത്തരത്തിലാണ് വരുന്നത്. അതെ, അത് ആരും കണ്ടവരുണ്ടാവില്ല, പക്ഷെ കഥകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ മനസ്സിനകത്ത് അത് പേടിയായിട്ട് പരുവപ്പെട്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ വരുമ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അസാധ്യമായിട്ട് വന്നിട്ടുള്ളൊരു സ്പേസാണ് തനിയാവർത്തനം. തനിയാവർത്തനത്തിൽ സാറ് ലോഹി സാറിനെ കണ്ടെത്തുന്നത് ഒരു പെട്ടെന്നുള്ളൊരു ഹരിബറി സിറ്റുവേഷനിലായിരുന്നു എന്ന് തോന്നുന്നു, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സിനിമയെ മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ബാക്കിയുള്ളവരൊക്കെ, ഈ ഗോപിയൊക്കെ ഈ പുരോഗമനം പറഞ്ഞുവെങ്കിലും സത്യത്തിൽ ആ കുടുംബത്തെ രക്ഷിച്ചില്ല. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പക്ഷേ ബാലമാഷാണ് അവിടെ നിന്നത്. പക്ഷേ ബാലമാഷ തന്നെയാണ് ഇതിനകത്ത് വില്ലനായതും. ആ സിനിമയൊക്കെ ആവർത്തിച്ച് ഇനിയും കാണേണ്ട സിനിമകളുടെ ലിസ്റ്റിലാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ നമ്മൾ ക്ലാസിക് സിനിമകളെക്കുറിച്ച് പറയുന്നത് പോലെ സിനിമകളാണ്. ആ സിനിമകൾ മാറ്റിവെച്ചാൽ ജോണേഴ്സ് മാറിയിട്ട് ഒരുപാട് ജോണേഴ്സിൽ സാറ് സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദ് പോലൊരു പടത്തിൽ വരുന്ന സമയത്ത് സിബി സാറിൻ്റെ അന്ന് വരെയുള്ള പടങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഉസ്താദിൽ വന്നപ്പോൾ സിബി സാറിൻ്റെ ടച്ചുണ്ട്. അനിയത്തിയുടെ സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് സിബി സാർ ടച്ചുണ്ട്. പക്ഷേ അതിനകത്തൊരു വേറൊരുതരം ആൻറ്റി ഹീറോയിസം എലമെൻ്റ് ഉണ്ട്. നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആൻറ്റി ഹീറോയിസം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സിബി സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒരുപക്ഷെ രഞ്ജിത്ത് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാവാം. പക്ഷെ അത് അന്ന് എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഉസ്താദിനെ? ഞാൻ പറയുന്നത് ഈ ഒരു എൻ്റെ മുമ്പിലേക്ക് എത്തിപ്പെടുന്ന എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് തോന്നി. ഇപ്പോൾ ഈ ഉസ്താദ് എൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്, അപ്രതീക്ഷിതമായിട്ടാണ്. ഉസ്താദിലേക്ക് എത്താൻ കാരണം വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഞാനും രഞ്ജിത്തുമായിട്ട് വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് വേറൊരു മോഹൻലാലിനെ വെച്ചിട്ട് തന്നെ മറ്റൊരു കഥ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു കഥ, ആ ഒരു പ്രൊഡ്യൂസർ ആ പ്രോജക്റ്റിൽ നിന്ന് എന്നെ മാറ്റാനുള്ളൊരു റിക്വസ്റ്റ് ലാലിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കാണ് ലാല് പറഞ്ഞത്, ഞാൻ സിബിക്ക് കൊടുത്ത ഡേറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണേൽ മാറാതെ ആ പ്രൊഡ്യൂസറെ മാറ്റിയുണ്ട്. അപ്പോൾ എൻ്റെ ലാൽ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വേറൊരു പ്രൊഡ്യൂസർ, സിബിക്ക് ആരെങ്കിലും പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് അത് കേട്ടപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോളൂ. അങ്ങനെ രഞ്ജിത്തും ഷാജി കൈലാസ് അതിലേക്ക് വന്നതാണ്. അപ്പോൾ അവരുടെ ചെയ്ത് വന്ന സിനിമകളുടെ രീതിയിലുള്ള സിനിമ ചെയ്യുകയും അവർ ആ ഒരു എന്താണ് ആ ഒരു ജോണറിൽപ്പെട്ടൊരു സിനിമ ആണ് അവർ അതിനുവേണ്ടി വർക്ക് ചെയ്തത്. ഞങ്ങൾ മുമ്പ് ചെയ്താൻ വെച്ചിരുന്ന സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട്. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ അപ്പോൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് സിബി സാർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സായി സാർ ഡയറക്റ്റ് ചെയ്യേണ്ട സിനിമയായിരുന്നു പറഞ്ഞത്. അങ്ങനെ സാജിയുടെ ഒരു സിനിമയുടെ സ്വഭാവത്തിലുള്ള ഒരു സിനിമ. പക്ഷേ ഞാനത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്തത്. എനിക്ക് അങ്ങനെയും സിനിമകൾ ചെയ്യാൻ കിട്ടിയൊരവസരം, ഞാനിപ്പോൾ ഓഗസ്റ്റ് ഒന്നും ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് എൻ്റെ ജോണലിൽപ്പെട്ട സിനിമയല്ലല്ലോ. കെ മധു, ചെയ്യുന്ന ആ പാറ്റേൺ പലരും അങ്ങനെ ധരിച്ചേക്കുന്നത് അത് കെ മധു ചെയ്ത സിനിമയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ പാട്ടുകൾക്കൊരു പ്രാധാന്യം കൊടുക്കുമ്പോൾ വിദ്യാസാഗർ സാറിന് ഉൾപ്പെടെ ഉപയോഗിക്കുമ്പോൾ
ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പാട്ടുകൾക്ക് അത്രയും പ്രാധാന്യം ഉണ്ടാവില്ല. ഇതിനകത്തു നിന്നാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന വരികൾ എടുക്കുന്നത്. അപ്പം പാട്ടുകൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇന്നിപ്പോൾ പാട്ടുകൾ സിനിമകളിൽ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഒരു വേദനയുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യകാല സിനിമകൾ തൊട്ടിട്ടില്ല. ഫസ്റ്റ് സിനിമ ഓൺവേർഡ്സ് പാട്ടുകൾ ഹിറ്റാകാറുണ്ട്. എനിക്ക് പാട്ടിനോട് പ്രിയമുണ്ട്. എല്ലാവിധ സോങ്സിനോടും അങ്ങനെ ചെറുപ്പത്തിലെ പാട്ടുകൾ പല വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും എല്ലാം എന്താണെങ്കിലും അത് കേട്ട് അത് രസം പിടിച്ച് അങ്ങനെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സോങ്സിന് ഇമ്പോർട്ടൻസ് വേണം എന്നുള്ളൊരു ഉള്ളിലൊരാഗ്രഹമാണ്. അതിപ്പം ജെറി അമൽദേവ് ആയിരുന്നു ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ. രണ്ടാമത് ശ്യാം വന്നു, അതിനുശേഷം മറ്റേ ജോൺസൺ മാഷ് വന്നു. അങ്ങനെ വൺ ആഫ്റ്റർ അത് എല്ലാവരുമായിട്ട്. പക്ഷേ എനിക്ക് അവരായിട്ടൊക്കെ ഒരു എന്തെന്നാ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിമാതിരി കാര്യങ്ങൾ പറഞ്ഞ് അത് ആസ്വദിച്ച് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വന്ന് ഭവിച്ചു. എല്ലാ സിനിമകളിലും പാട്ടുകളുണ്ട്. പടത്തിൻ്റെ സക്സസോ ഫെയിലിയർ ആണെങ്കിലും സിനിമകളിലെ പാട്ടുകൾ നന്നാവും. ഈ സിബി സാർ ശരിക്കും ജോൺസൺ മാഷിനെ, രവീന്ദ്ര മാഷിനെയൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അബ്സോർവ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള വാക്ക് തന്നെ പറയാം. എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതല്ല, യൂട്ടിലൈസ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നന്നായിട്ട് അവരെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. രവീന്ദ്രൻ മാഷിനെ ഉപയോഗിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഹൈപ്പുണ്ട്. ഇതൊരു കമേഴ്സ്യലൈസേഷൻ്റെ പാർട്ടായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു ഹൈപ്പ് പല പടങ്ങളിലും കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ കൈതപ്രം സാറും കൂടെ ചേരുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു ഉന്നതിയിലെത്തിയിട്ടുണ്ട്. ഭരതവും ഹിസൈൻ സബ്ദുള്ള പോലെയുള്ള ഒരുപാട് പടങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാലത്തിൽ അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പേര് റിയാലിറ്റി ഷോയിലേക്ക് ആസ്വദിക്കുന്ന പാട്ടുകൾ കിട്ടി. ആ കാലത്ത് ഇന്നിപ്പോൾ ഈ ചോദിച്ചതുപോലെ ഇന്നിപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തതിലൊരു സങ്കടം ഉണ്ടോ? തീർച്ചയായിട്ടും അതൊരു സങ്കടമല്ല, അതൊരു ഗതികേടാണ്. കാരണം അത്തരം സിനിമകൾക്ക് ഒരുപക്ഷെ ഈ പുതിയ തലമുറയ്ക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പോലെയുള്ള കഥകളുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, അത്തരം പാട്ടുകൾക്കൊരു സ്പേസ് ഉണ്ടാകുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്ന കഥകൾക്ക്. അങ്ങനൊരു ഒരുപക്ഷെ ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമ്മൾ അത്തരത്തിലുള്ളൊരു സിനിമയിൽ കൊണ്ടുപോയിട്ട് ഈ 8 മിനിറ്റുള്ളൊരു ക്ലാസിക്കൽ സോങ് വെച്ചാൽ അതിനെ ആസ്വാദകരുണ്ടാകുമോ, സിനിമ കാഴ്ചക്കാരുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു കാര്യം കൂടെ അതിനകത്ത് ചോദിക്കാനുള്ളത്, ഈ കമലതലത്തിൽ സുമുഹൂർത്തമായ സ്വസ്ഥ എന്ന് പറയുന്ന പാട്ട്, അതിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം സീതയെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള സീതയുടെ പേഴ്സ്പെക്റ്റീവ് അതിനകത്ത്, ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു, രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിൽ, അതായത് ആ രാമൻ്റെ അധികാരം എന്ന് പറയുന്നത് ചെങ്കോല് അവൾ തുരുമ്പായിട്ട് കാണുന്നു, എൻ്റെ അനുരാഗത്തെ ആ തുരുമ്പുമായിട്ട് എന്തിനു ചേർത്ത് വെച്ചു എന്നൊക്കെ ചോദിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ചിന്താവിഷ്ടയായ സീതയിലെ കുമാരനാശാൻ്റെ വരികളെ മറ്റൊരു തരത്തിൽ ഇൻസ്പയർ ചെയ്ത് കൈതപ്രം എഴുതിയ വരിയാണ്. കമലതളം പോലൊരു കമേഴ്സ്യൽ സിനിമയിൽ ആ പാട്ട് ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ക്ലൈമാക്സിന് അത്രയും സൗന്ദര്യം കൊടുക്കുന്ന പാട്ടാണ്. പക്ഷേ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. ഇന്നും നമ്മൾ ഇതേപോലെ വായിക്കാൻ കഴിയുന്ന പിടയ്ക്കുന്ന പ്രാണൻ, വിതുമ്പുന്നു ശോകാന്ത രാമായണം, ദിഗന്ധങ്ങളിൽ മയങ്ങുന്ന ആശാഭാഷങ്ങൾ, അധർമ്മം നടുങ്ങുന്ന മാർത്താണ്ഡ പൗരുഷം, രാമശിലായി കറുത്തുവോ കൽപ്പാന്ത വാരിയിൽ എന്നൊക്കെ ചോദിക്കുക. രാമായണത്തെ അത്രയും നിശിതമായി നോക്കിക്കാണുന്ന, സീതയുടെ പേഴ്സ്പെക്റ്റീവ് കാണുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു പാട്ടാണ് അന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു. അതുണ്ട്. പക്ഷേ അതിൻ്റെ പരിമിതി, ഒരു പക്ഷേ ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ്റെ പരിമിതി, നമുക്ക് വിഷ്വലൈസേഷനുണ്ടാകുന്ന പരിമിതി ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വിഷ്വൽസിലേക്ക് അതിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ പരിമിതി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് വിട്ട് വേറെ സ്പേസിലേക്ക് അതിനെ മാറ്റാൻ കഴിയത്തില്ല. കാരണം അവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഈ അയാളെ കൊല്ലാനുള്ള ക്ലൈമാക്സിൻ്റെ ടെൻഷൻസ്, അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇവിടെ ഈ വിഷം പകർന്ന് അത് ആര് കുടിക്കുന്നു, ആരിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്നൊരു ഡ്രാമ അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ എഴുതിയ വരികളോട് ചേർന്ന് നിൽക്കുന്ന വിഷ്വൽ സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. അത് അതിപ്പം രാമകഥയിൽ നമുക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞു. രാമകഥയിൽ ഉണ്ടായിരുന്ന ഇമോഷണൽ ഏരിയ
അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഈ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അഗ്നിക്ക് നടുവിലിരുന്ന് പാടുക എന്നൊക്കെ അയാളുടെ ഒരു സിറ്റുവേഷൻ, അയാൾ കടന്നു പോകുന്നത് അയാളുടെ അഗ്നികുണ്ഡത്തിൽ നടുവിലാണ് ഈ സഹോദരിയുടെ വിവാഹം നടത്തുന്നതും ഈ മരണം മറച്ചു വെച്ച് നടത്തുന്നതൊക്കെ. അതിനെ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ ഇവിടെ ആ സ്റ്റേജിൻ്റെ പരിമിതിക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല. അവിടെ നിന്ന് അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടായിരിക്കും ആ സിനിമ ആ പാട്ടിന് കുറച്ചും കൂടെ ഒരു സ്വീകാര്യത നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടാതെ പോയത്. സമയം കുറവുകൊണ്ട് ഞാൻ ഇടപെടുക. ഇപ്പോൾ സമ്മർ ഇൻ ബെത്ലഹേമാണ് നമ്മുടെ വിഷയം. എന്തായാലും FDFSന് ഞാനുണ്ടാവും. ഇതിൻ്റെ റിലീസിൻ്റെ FDFS എന്ന് പറയുന്ന വേറൊരു സന്തോഷമാണ്. നമ്മൾ ഒരു പ്രാവശ്യം കണ്ട് ആസ്വദിച്ചൊരു പടത്തെ രണ്ടാമത് വീണ്ടും കാണുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വരണം. ഇപ്പം നിങ്ങളെ കുട്ടിക്കാലത്ത് കണ്ട പാട്ടുകളൊക്കെ തിയേറ്ററിൽ കാണാനുള്ളൊരു അവസരവും കൂടിയാണ്. അത് ആഘോഷമാക്കണം. മറ്റ് സിനിമകൾ ആഘോഷമാക്കിയതുപോലെ തന്നെ ആഘോഷമാക്കണം. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. താങ്ക് യു.